السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. وبعد فيقول الله سبحانه وتعالى في محكم تنزيله: ولنبلونكم بشيء من الخوف والجوع ونقص من الأموال والأنفس والثمرات وبشر الصابرين الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون أولئك عليهم صلوات من ربهم ورحمة وأولئك هم المهتدون. സഹോദരന്മാരെ, മഗ്രിബിനും ഇശാഇനും ഇടയ്ക്കുള്ള ഈ സമയം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വചനങ്ങൾ പാരായണം ചെയ്യാൻ, ആ വചനങ്ങളിൽ അല്ലാഹു നമ്മെ ഉണർത്തുന്ന കാര്യങ്ങൾ അത് പരസ്പരം ചർച്ച ചെയ്ത് പഠിക്കാൻ ഉപയോഗിക്കുക എന്നുള്ളത് വളരെ മഹത്തരമായ പുണ്യകരമായ ഒരു കാര്യമാണ് എന്ന് നമുക്കേവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വചനങ്ങളിൽ കാലികമായി വളരെ പ്രസക്തമായി തോന്നുന്ന ചില വചനങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക, അതിലടങ്ങിയിരിക്കുന്ന മഹത്തായ ആശയങ്ങൾ പരസ്പരം ചർച്ച ചെയ്യുക, അത് ഉൾക്കൊള്ളാൻ നമ്മുടെ ജീവിതത്തിന് ഒരു വെളിച്ചവും അതുപോലെ തന്നെ ഒരു ശക്തിയും പകരാൻ ഈ വചനങ്ങൾ, അള്ളാഹുവിന്റെ സൂക്തങ്ങൾ കാരണമായിരിക്കാൻ അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുക, ദുആ ചെയ്യുക, അതുമാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിൽ പറഞ്ഞൊരു കാര്യം, വലനബ്ലുവന്നകും, നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. ഇവിടെ നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും എന്ന് പറയുന്നത് എല്ലാവരോടുമായിട്ടാണ്. മനുഷ്യരാശിയിൽപ്പെട്ട എല്ലാവരോടുമായിട്ടാണ് ഈ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ അറിയിപ്പ്. അതിൽ നിന്ന് മുസ്ലിങ്ങൾ ഒഴിച്ചു നിർത്തപ്പെട്ടിട്ടില്ല, മുഅ്മിനീങ്ങൾ ഒഴിച്ചു നിർത്തപ്പെട്ടിട്ടില്ല, അവർക്കു കൂടി ബാധകമാണ്. വലനബ്ലുവന്നകും, നിശ്ചയമായും നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. ലാമു കൊണ്ടാണ് തുടങ്ങിയത്, ഇല്ല, അത് തഅ്കീദിനാണ്, ഉറപ്പ് പറയാനാണ്. പിന്നെ വലനബ്ലുവന്നകും, പിന്നെ നൂനു സഖീല ചേർത്തു. അപ്പോൾ ഒന്നും കൂടി ആ കാര്യത്തെ ഉറപ്പിച്ചു. നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും, ഉറപ്പ്. പരീക്ഷണമില്ലാതെ ജീവിതമില്ല.
പരീക്ഷണമില്ലാത്തൊരു ജീവിതം നിങ്ങൾ സ്വപ്നം കാണേണ്ടതില്ല. ഐഹിക ലോകത്ത് ഞാൻ മുസ്ലിമല്ലേ, മുഅ്മിനല്ലേ, അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുന്നവനല്ലേ, അവനെ സൂക്ഷിച്ച് അവന്റെ കൽപ്പനാവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കുന്നവനല്ലേ, എന്നെ എന്തിന് ഇങ്ങനെ പരീക്ഷിക്കണം എന്ന് നിങ്ങൾ ആലോചിക്കേണ്ടതില്ല. പരീക്ഷണത്തിന് എല്ലാവരും വിധേയരാണ്. നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. ആ പരീക്ഷണം വരുന്നത് പല രൂപത്തിലായിരിക്കാം. ബിശൈഇൻ മിനൽ ഖൗഫ്, ചിലപ്പോൾ അല്പം സ്വൽപ്പമൊക്കെ ഭീതി നൽകിക്കൊണ്ടാണ്, ഭയാശങ്കകൾ നൽകിക്കൊണ്ടാണ്, ഭീതി നൽകിക്കൊണ്ടാണ്. പല ഭാഗത്തു നിന്നും പല കോണുകളിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിലുള്ള ഭയപ്പാടുകൾ, ഭീതി അത് നമ്മെ പിടികൂടും. വൽജൂഅ്, അതുപോലെ തന്നെ ജൂഅ് വരും. ജൂഅ് കൊണ്ട് അല്ലാഹു പരീക്ഷിക്കും. പട്ടിണി, അതാണ് ജൂഅ്, വിശപ്പ്, പട്ടിണി, വറുതി, മതിയായ ഭക്ഷണമില്ലാതെ ചിലപ്പോൾ ഒരു നേരം പോലും നമ്മുടെ വിശപ്പടക്കാനുള്ള ഭക്ഷണം പോലും കിട്ടാത്ത അവസ്ഥ വന്നു എന്ന് വരും. ഇനി വിശപ്പടക്കാനുള്ള ഭക്ഷണമുണ്ട്, പക്ഷേ പേടിച്ച് ജീവിക്കേണ്ടുന്ന അവസ്ഥ വന്നാൽ ആ ജീവിതത്തിൽ എവിടെയാണ് മാധുര്യമുള്ളത്? എന്നാൽ ഒരിക്കലും സമാധാനമില്ല. പലതരത്തിലുള്ള ഭയപ്പാടുകളും ഭീതികളും നമ്മെ വലയം ചെയ്ത് നിൽക്കുന്നു. അതിനെല്ലാം പുറമെ പട്ടിണി അതും കയറി വരുന്നു. ഒരു നേരത്തെ ഭക്ഷണം പോലും, വയറ് വിശപ്പ് മാറുന്ന രൂപത്തിൽ ഒരു നേരം ഭക്ഷണം കഴിക്കാൻ പോലും വകയില്ലാത്ത, അതിനുള്ള മാർഗം പോലും കാണാത്ത അവസ്ഥകൾ ചിലപ്പോൾ നൽകിയെന്ന് വരാം. വനഖ്സും മിനൽ അംവാലി വൽ അൻഫുസ്, അതുമാത്രമല്ല വനഖ്സും മിനൽ അംവാൽ, വലിയ സമ്പത്തുണ്ടായിരുന്ന ആളുകളാണ്. സമ്പത്ത് നേടാനുള്ള പല മാർഗങ്ങളും അവരുടെ മുന്നിൽ തുറന്നു കിടന്നിരുന്നു. അതെല്ലാം ഓരോന്നോരോന്നായി കൊട്ടിയടക്കപ്പെട്ടു. ഇന്ന് സമ്പത്ത് എല്ലാം തന്നെ ചുരുങ്ങി, ഇല്ലാതായി. സമ്പത്ത് നല്ല രൂപത്തിൽ സമ്പാദിക്കുവാനുള്ള വഴികളെല്ലാം തന്നെ കൊട്ടിയടക്കപ്പെട്ടു. അങ്ങനെ സമ്പത്തുകൾ അതിൽ കുറവ് വരുത്തി. വൽ അൻഫുസ്, അതുകൊണ്ടുമായില്ല, കൈവശമുണ്ടായിരുന്ന സ്വത്തെല്ലാം പിടിച്ചുകൊണ്ടുപോയി. സ്വത്ത് സമ്പാദിക്കാനുള്ള എല്ലാ വഴികളും കൊട്ടിയടച്ചു. അതിനെല്ലാം പുറമെ അതിലും വലിയ പരീക്ഷണങ്ങൾ വേറെയും വരാം. വേണ്ടപ്പെട്ടവര്, രക്തബന്ധുക്കള്, അതുപോലെ തന്നെ അയൽവാസികള്, ഇഷ്ടമുള്ള സഹോദരന്മാര്, സഹോദരിമാര്, എല്ലാവരും ഇങ്ങനെ വേണ്ടപ്പെട്ട ആളുകളിൽ പലരും വനഖ്സും മിനൽ അംവാലി വൽ അൻഫുസ്, ആത്മാക്കളിൽ കുറവ് സംഭവിക്കും. കൊല്ലപ്പെടുന്നു, പിടിച്ചുകൊണ്ടുപോകപ്പെടുന്നു. അവരെ പിന്നീട് കാണുന്നില്ല, അവർക്കെന്ത് സംഭവിച്ചു എന്നറിയുന്നില്ല. ഇങ്ങനെ നമുക്ക് വളരെയധികം വേണ്ടപ്പെട്ട ആളുകൾ, ആത്മാക്കളിൽ ആൾനാശം സംഭവിച്ചുകൊണ്ട് പരീക്ഷിക്കപ്പെടാം. വസ്സമറാത്ത്, അതുപോലെ തന്നെ ഉൽപാദനങ്ങളിൽ കുറവ് വരാം. ഏത് മാർഗത്തിൽ തിരിഞ്ഞാലും ഉൽപാദനങ്ങളിൽ കുറവ്, എവിടെയും ബറക്കത്തില്ല. ഇങ്ങനെയൊക്കെയുള്ള പല ഭാഗങ്ങളിൽ നിന്ന്, പല രൂപത്തിലുള്ള, പല വിധേനയുള്ള, പല പ്രകാരങ്ങളിലുള്ള പരീക്ഷണങ്ങൾ അത് ജീവിതത്തിൽ ഉണ്ടാവുക തന്നെ ചെയ്യും. അത് ജീവിതത്തിന്റെ ഭാഗമാണ്. പരീക്ഷണമില്ലാത്തൊരു ജീവിതം നിങ്ങൾ ഐഹിക ലോകത്ത് സ്വപ്നം കാണേണ്ടതില്ല. ജുബിലത്ത് അലാ ഖദരിൻ വഅൻത തുരീദുഹാ സ്വഫ്വൻ മിനൽ അഖ്ദാരി വൽ അഖ്ദാരി. ജുബിലത്ത് അലാ ഖദരിൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂലോകത്തുള്ള നമ്മുടെ ജീവിതത്തെ സംവിധാനിച്ചിരിക്കുന്നത് തന്നെ കലങ്ങിമറിഞ്ഞ അസ്വസ്ഥമായ, കാലുഷ്യങ്ങളുള്ള, ഒരുപാട് പ്രയാസങ്ങളുള്ള, കലങ്ങിമറിഞ്ഞൊരവസ്ഥയിലാണ്. വഅൻത തുരീദുഹ, നീയാണെങ്കിലോ ഈ ഭൂലോകത്തെ ജീവിതം നീ ആഗ്രഹിക്കുന്നത് സ്വഫ്വൻ മിനൽ അഖ്ദാരി വൽ അഖ്ദാരി, അത് തെളിഞ്ഞു കിട്ടണം. യാതൊരു തരത്തിലുള്ള കലർപ്പുമില്ലാതെ, യാതൊരു തരത്തിലുള്ള വിധി വൈപരീത്യങ്ങളുമില്ലാതെ
തെളിഞ്ഞ സ്വച്ഛമായ യാതൊരു കലക്കുമില്ലാത്ത ഒരു ജീവിതം കിട്ടണം എന്ന് നീ ഉദ്ദേശിക്കുന്നു. പക്ഷേ സാധ്യമല്ല. ഐഹിക ജീവിതത്തെ തന്നെ അള്ളാഹു സംവിധാനിച്ചിരിക്കുന്നത് ജുബിലത്ത് അലാ കദരിൻ, കലക്കോട് കൂടിയിട്ടാണ്, കലങ്ങിമറിഞ്ഞതാണ്, കാലുഷ്യങ്ങൾ നിറഞ്ഞതാണ്, പ്രശ്നഭരിതമാണ്. അങ്ങനെയുള്ള ഒരു ജീവിതം മാത്രമേ ഐഹിക ലോകത്ത് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. വബശ്ശിരി സ്വാബിരീൻ, ഇവിടൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു വബശ്ശിർ നബിയെ, ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ്. മനുഷ്യന്റെ സാധാരണ ജീവിതത്തിൽ അവൻ അഭിമുഖീകരിക്കേണ്ടി വരുന്ന റിയാലിറ്റീസ്, യാഥാർത്ഥ്യങ്ങളാണ്. ഇതൊഴിവാക്കാൻ സാധ്യമല്ല. പക്ഷെ ഇത് വരുമ്പോ ക്ഷമിക്കാനുള്ളൊരു കഴിവ് വേണം, സഹിക്കാനുള്ളൊരു കഴിവ് വേണം. അങ്ങനെ ക്ഷമിക്കുന്ന സഹിക്കുന്ന ആളുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. എന്താണ് ഈ ക്ഷമ? എന്താണ് ഈ സഹനം? എന്തെല്ലാം പ്രതികൂലമായ ചുറ്റുപാടുകൾ ഉണ്ടായിരുന്നാലും നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഭയമുണ്ട്, അതുപോലെ തന്നെ വറുതിയും പട്ടിണിയുമുണ്ട്, അതുപോലെ തന്നെ സമ്പത്തിൽ നാശം വരുന്നുണ്ട്, അതുപോലെ തന്നെ ആത്മാക്കളിൽ ആൾനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള ഉൽപ്പന്നങ്ങളിലും കുറവ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ മൊത്തം ജീവിതം കുരുങ്ങി വളരെ പ്രയാസകരമാകുന്ന അവസ്ഥ വന്നു. ഇങ്ങനെയുള്ള എല്ലാ പ്രാതികൂല്യങ്ങളും വിപരീതമായ സ്ഥിതികളും നിലനിൽക്കുമ്പോൾ തന്നെ അള്ളാഹുവിന്റെ കൽപ്പനകൾ ചെയ്യാൻ, മനസ്സിനെ അതിൽ കൊണ്ടുവരാൻ നമ്മൾ നിർബന്ധിക്കുന്നു. അള്ളാഹ് കൽപ്പിച്ച അവൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളിൽ മനസ്സിനെ തടഞ്ഞുവെക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല വിലക്കിയ കാര്യങ്ങളിലേക്ക് പോകാൻ മനസ്സ് വെമ്പൽ കൊള്ളുമ്പോൾ അതിലേക്ക് പോകാൻ അനുവദിക്കാതെ മനസ്സിനെ അതിൽ നിന്ന് തടഞ്ഞുവെക്കുന്നു. ഇങ്ങനെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പരീക്ഷണങ്ങൾ എന്തു തന്നെയായിരുന്നാലും ആ പരീക്ഷണങ്ങളിലെല്ലാം അത് അള്ളാഹുവിന്റെ വിധിയാണ് എന്നോർത്ത് വിധിയെ പഴിക്കാതെ, അതിൽ അതൃപ്തി തോന്നാതെ, ഇത് അള്ളാഹു എനിക്ക് ഇതാണ് നൽകിയത്, ഞാൻ സന്തോഷപൂർവ്വം ഏറ്റുവാങ്ങുന്നു, ഇതൊരു പരീക്ഷണമാണ്, ഇത് സ്ഥിരമായ അവസ്ഥയല്ല, ഇത് ഐഹിക ലോകത്ത് താൽക്കാലികം മാത്രമായി നിലനിൽക്കുന്ന കാര്യമാണ്, ഇതിന് തന്നെ വേറെ ലക്ഷ്യങ്ങളുണ്ട്, ഇത് പരീക്ഷണാർത്ഥമാണ്, എന്നാൽ അതിനപ്പുറമാണ് എന്റെ യഥാർത്ഥമായ ജീവിതം വരാനിരിക്കുന്നത്. ഇതാലോചിച്ച് അതിനെ പഴിക്കാതെ, വിധിയെ പഴിക്കാതെ, ഒരു നിലക്കും അതിൽ അതൃപ്തി രേഖപ്പെടുത്താതെ, അതിൽ മനസ്സുകൊണ്ട് മുഷിയാതെ, ഇങ്ങനെ 3 കാര്യങ്ങളിലും മനസ്സിനെ നിയന്ത്രിക്കുന്ന ആളുകളാണ് ക്ഷമാശീലരായ ആളുകൾ. അള്ളാഹുവിനെ വഴിപ്പെടുന്ന കാര്യങ്ങളിൽ തടഞ്ഞുവെക്കാൻ പറ്റണം, അതിൽ തന്നെ മനസ്സിനെ തളച്ചിടാൻ പറ്റണം. അള്ളാഹുവിന് ധിക്കാരമാകുന്ന കാര്യങ്ങളിലേക്ക് മനസ്സിനെ പോകാൻ അനുവദിക്കാതെ അതിൽ നിന്ന് മനസ്സിനെ തടഞ്ഞുവെക്കാൻ പറ്റണം. നമുക്കുണ്ടാകുന്ന ജീവിതത്തിലെ ഇത്തരം കാലുഷ്യങ്ങളിലും പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും വിധിയെ പഴിക്കാതെ, അതിൽ അതൃപ്തി തോന്നാതെ, സന്തോഷത്തോടുകൂടി അള്ളാഹുവിന്റെ വിധിയെ ഏറ്റുവാങ്ങാൻ അതിന് മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കണം. ഇങ്ങനെയുള്ള സഹനത്തിന്റെ ഈ 3 ഘടകങ്ങളും ഉൾക്കൊണ്ട് ജീവിക്കുന്ന ആളുകൾ അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കൂ. അവരുടെ പ്രത്യേകത എന്താണ്? അല്ലദീന ഇദാ അസ്വാബത്തുഹും മുസീബ, അവർക്ക് ഒരാപത്ത് ബാധിച്ചു കഴിഞ്ഞാൽ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ആ ആപത്ത് വരുമ്പോൾ അവരെക്കുറിച്ച്, അവരുടെ ജീവിതത്തെക്കുറിച്ച് അതിന്റെ സാകല്യത്തിൽ, അതിന്റെ മൊത്തമായ രൂപത്തിൽ, മൊത്തമായ ഭാവത്തിൽ വിലയിരുത്തുന്നു. ഇതെന്ത്? എന്റെ ജീവിതത്തിലെ വളരെ ചെറിയൊരു ഭാഗം മാത്രമാണ് ഈ ഭൂലോകത്തെനിക്ക് കഴിച്ചുകൂട്ടാനുള്ളത്. ഈ ഭൂലോകത്തെ ജീവിതം പരീക്ഷണാർത്ഥം മാത്രമാണ് അള്ളാഹു എന്നെ ഇങ്ങോട്ട് അയച്ചിട്ടുള്ളത്. ഇവിടെ വരുന്ന ഈ കാര്യങ്ങൾ അതിന് സ്ഥായീ ഭാവമില്ല, അത് നൈമിഷികമാണ്, അത് അവസാനിക്കാനുള്ളതാണ്. ഈ പരീക്ഷണത്തിൽ ഞാൻ വിജയിച്ചു കഴിഞ്ഞാൽ അനശ്വരമായ ജീവിതത്തിലേക്ക് ഞാൻ കാലെടുത്തു വെക്കുമ്പോൾ അവിടെ ഞാൻ എന്തിനർഹനാകുന്നു? അതാണ് ഏറ്റവും പ്രസക്തമായത്. അവിടെ പരീക്ഷണങ്ങളിൽ നിന്നും ശിക്ഷകളിൽ നിന്നും ഞാൻ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രതിഫലത്തിലേക്ക്, സ്വർഗത്തിലേക്ക് എനിക്ക് നീങ്ങാൻ സാധിച്ചു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ കാര്യം.
ഇങ്ങനെ ജീവിതത്തെ അതിന്റെ സാകല്യത്തിൽ ഉൾക്കൊള്ളുവാനും കാര്യങ്ങളെ വിലയിരുത്തുവാനും അവൻ സന്നദ്ധനാകുന്നു. എന്നിട്ട് പറയുന്നു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഞങ്ങൾ അല്ലാഹുവിനുള്ളവരാണ്, ഞങ്ങളുടെ എല്ലാം അല്ലാഹുവിനുള്ളതാണ്. ഞാനെന്ന് പറയുന്ന ഈ സ്വത്വം, എന്റെ ശരീരവും എന്റെ ആത്മാവും, എനിക്ക് ഈ ഭൂലോകത്ത് അല്ലാഹു നൽകിയിരിക്കുന്ന ജീവിതം, ഈ ജീവിതത്തിൽ അല്ലാഹു എനിക്ക് നൽകിയിരിക്കുന്നതായ സകലമാന കാര്യങ്ങളും, അതിലെ എല്ലാ നല്ല കാര്യങ്ങളും അതിലെ പ്രയാസകരമായ കാര്യങ്ങളും ഒക്കെ അല്ലാഹുവിനുള്ളതാണ്. അവൻ എന്നെ എന്റെ ഈ ജീവിതകാലം മുഴുവനും കടുത്ത പരീക്ഷണത്തിൽ മാത്രം നിലനിർത്തിക്കൊണ്ടുപോയാൽ അതിലൊന്നും പറയാനില്ല. അതല്ല, ഈ ജീവിതത്തിലുടനീളം എനിക്കവൻ സൗകര്യങ്ങൾ സൗഖ്യങ്ങൾ മാത്രം നൽകി എങ്കിൽ അതിലൊന്നും പറയാനില്ല. രണ്ടും പരീക്ഷണത്തിന്റെ രണ്ട് രൂപങ്ങൾ മാത്രമാണ്. എല്ലാം അല്ലാഹു നൽകുന്നതാണ്. അതിന് അവന് പ്രത്യേകമായ ചില ലക്ഷ്യങ്ങളുണ്ട്, ഉദ്ദേശങ്ങളുണ്ട്. അത് താൽക്കാലികമാണ്, നൈമിഷികമാണ്. ഇത് പെട്ടെന്ന് അവസാനിക്കുകയും വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഇത് അവസാനിക്കുമ്പോൾ, ഈ കറക്കം അവസാനിക്കുമ്പോൾ ഇലൈഹി റാജിഊൻ, അവന്റെ അടുക്കലേക്ക് തിരിച്ചു പോകാനുള്ളവരുമാണ് ഞങ്ങൾ. ഇത് ജീവിതത്തെക്കുറിച്ച് നല്ല ഒരു കാഴ്ചപ്പാട് അള്ളാഹു പഠിപ്പിച്ചു തന്ന, ഖുർആനിൽ വിശദീകരിക്കപ്പെട്ടിട്ടുള്ള, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബയാൻ ചെയ്ത് തന്നിട്ടുള്ള കാഴ്ചപ്പാട് ശരിക്കും മനസ്സിലാക്കിയ ഒരാൾക്ക് ഇങ്ങനെ കാര്യങ്ങളെ കാണാൻ സാധിക്കുള്ളൂ. നേരത്തെ പറഞ്ഞ രൂപത്തിലുള്ള വലനബലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ് വൽ ജൂഅ് വനഖ്സും മിനൽ അംവാൽ വൽ അൻഫുസ് വസ്സമറാത്ത്, ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളൊക്കെ ഒന്നിനു മീതെ മറ്റൊന്നായി. പരീക്ഷണങ്ങൾ വരുമ്പോൾ ഒന്ന് മാത്രമായിട്ട് വരില്ല എന്നാ പറയാം. വരുമ്പോ അത് സൈന്യമായിട്ടാണ് വരിക. ഒരു പട്ടാളക്കാരൻ, ഒരു പോലീസുകാരൻ വരുന്ന മാതിരി പരീക്ഷണങ്ങൾ വരില്ല. വരുമ്പോ ബറ്റാലിയൻസ് ആയിട്ടാണ് വരിക എന്നാ പറയാം. അബിൻതദ്ദഹരി അൻതി കുല്ലു ബിൻതി വകൈഫ വസൽതി അൻതി മിനസ്സിഹാമി. അറബിയിലൊരു കവി അങ്ങനെ ഒരു ചോദ്യം ഒരിക്കൽ ചോദിക്കണ്ടായി. അബിൻതദ്ദഹർ, കാലവിപത്തിനെ കുറിച്ച് അവർ പറയും. അവരെ പഴയ കാലത്തെ ജാഹിലിയ്യ കാലത്തേക്ക് കവികളുടെ കാഴ്ചപ്പാട് എങ്ങനെയാണ്? അതെന്തോ ആയിരിക്കട്ടെ, വിപത്തുകൾ എന്ന് നമ്മൾ തൽക്കാലം മനസ്സിലാക്കുക. ഈ വിപത്തുകൾ എല്ലാം കൂടെ എന്റെ അടുക്കൽ തന്നെയാണോ? എന്തെല്ലാം മുസീബത്തുകളുണ്ടോ, എന്തെല്ലാം ആപത്തുകളുണ്ടോ, അത് മുഴുവനും എന്റെ അടുക്കലാണോ വന്നിരിക്കുന്നത്? അബിൻതദ്ദഹരി അൻതി കുല്ലു ബിൻതി വകൈഫ വസൽതി അൻതി മിനസ്സിഹാമി. എല്ലാ ആപത്തുകളും കൂടി തിക്കിത്തിരക്കി എന്റെ അടുക്കലേക്ക് വരുമ്പോൾ ഈ തിരക്കിലൂടെ നീയും എങ്ങനെ ഇങ്ങോട്ടെത്തിപ്പെട്ടു എന്ന് ഓരോ പരീക്ഷണവും കടന്നു വരുമ്പോൾ ആ പരീക്ഷണത്തോട് കവി ചോദിക്കുന്നതായിട്ടാണ് അതിൽ പറയുന്നത്. ഇങ്ങനെയാ പരീക്ഷണങ്ങൾ വരിക. സിംഗിൾ സോൾജിയറായിട്ട് വരില്ല, അത് വരുന്നത് ഇൻ ബറ്റാലിയൻ ആയിട്ടാണ് വരിക. അപ്പൊ എല്ലാ പരീക്ഷണങ്ങളും ഒന്നിനു മീതെ മറ്റൊന്നായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോ ഇതെല്ലാം എന്ത്? എന്നെ അല്ലാഹ് ഈ ഭൗതിക ലോകത്ത് മൊത്തം ഇതുപോലുള്ള പരീക്ഷണത്തിൽ മുക്കി നിർത്തിയാലും, എന്റെ ശ്വാസം അവസാനിക്കുന്നത് വരെ, അവസാനത്തെ ശ്വാസം വരെ ഈ കടുത്ത പരീക്ഷണങ്ങളിൽ തന്നെ ഞാൻ മുങ്ങിക്കുളിച്ചാലും എനിക്കൊരു പരിഭവമല്ല. ഇത് അല്ലാഹ് പരീക്ഷിക്കാൻ വേണ്ടി താൽക്കാലികമായി നൈമിഷികമായി ഭൗതിക ലോകത്തേക്ക് നൽകിയതാണ്. ഇവിടെ ഞാൻ സഹിച്ചാൽ എനിക്കതിന് വലിയ വിജയം വരാനുണ്ട്. ഇത് പെട്ടെന്ന് അവസാനിക്കാനുള്ളതാണ്. ഇത് അവസാനിക്കുമ്പോൾ വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങൾ അല്ലാഹുവിലേക്ക് തിരിച്ചു പോകുന്നവരാണ് എന്ന് മനസ്സിലാക്കാൻ, അത് പറയാനല്ല, അത് മനസ്സുകൊണ്ട് ഉൾക്കൊള്ളാൻ, അതിന് വലിയൊരു മനസ്സ് വേണം. അതിന് ഉൾക്കൊള്ളണമെങ്കിൽ ചെറിയൊരു മനസ്സ് പോരാ, വലിയൊരു മനസ്സ് വേണം. ആ വലിയ മനസ്സുണ്ടാകണമെങ്കിൽ ഒരുപാട് വലിയ കാര്യങ്ങൾ നമ്മൾ അറിയണം. ഖുർആനിലൂടെയും ഹദീസിലൂടെയും അത്തരം വലിയ ആശയങ്ങൾ, വലിയ കാര്യങ്ങൾ അള്ളാഹു നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് കേൾക്കാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും കഴിഞ്ഞൊരു മനുഷ്യന് ഒരു പ്രയാസമില്ല. അവന് കാര്യങ്ങളെ ഈ രൂപത്തിൽ കാണുന്നു. അതുകൊണ്ട് തന്നെ അൽഹംദുലില്ലാ, ഒരു പരീക്ഷണം വരുമ്പോ ആദ്യം അവൻ പ്രതികരിക്കുന്നു, അൽഹംദുലില്ലാ അലാ കുല്ലി ഹാൽ. അള്ളാഹുവിന് എല്ലാവിധ മഹാമിദുകളും എല്ലാവിധ സ്തോത്രങ്ങളും സ്തുതിഗീതങ്ങളും ഞാൻ സമർപ്പിക്കുന്നു. അല്ലാഹ് എത്ര സമ്പൂർണനാണ്. അവന്റെ പൂർണ്ണതയെ മുൻനിർത്തിയിട്ട്
അവന്റെ സൗന്ദര്യത്തെ മുൻനിർത്തിയിട്ട്, അവന്റെ പൂർണ്ണതയെ മുൻനിർത്തിയിട്ട് ഇതാ അവനെ ഞാൻ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. അവൻ എത്രയെത്ര അനുഗ്രഹങ്ങൾ ചെയ്തു തന്നിട്ടുള്ളവനാണ്. അവന്റെ എണ്ണിയാലൊടുങ്ങാത്ത അപാരമായ അനുഗ്രഹങ്ങൾ മുൻനിർത്തിയിട്ട് അവന്റെ അപദാനങ്ങൾ ഞാൻ വാഴ്ത്തുന്നു. ഇതാണ് അൽഹംദുലില്ലാഹ് അലാ കുല്ലി ഹാൽ. ഇവിടെ എനിക്ക് താൽക്കാലികമായ ഒരു പ്രയാസം തോന്നാം, പക്ഷെ അത് താൽക്കാലികമാണ്. അതിനു പിന്നിൽ ഈ താൽക്കാലികമായ ഈ പ്രയാസം ഞാൻ വേണ്ട രൂപത്തിൽ കണക്കിലെടുക്കുകയും ഉൾക്കൊള്ളുകയും അതിൽ അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിക്കുകയും അവൻ വിലക്കിയ മേഖലയിലേക്ക് പോകാതിരിക്കുകയും അവന്റെ അഖ്ദാറുകളിൽ, അവന്റെ വിധികളിൽ അസംതൃപ്തി തോന്നാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഞാൻ രക്ഷപ്പെട്ടു. ഞാൻ ക്ഷമിക്കുന്നവരുടെ, സഹിക്കുന്നവരുടെ കൂട്ടത്തിലായി. ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം. അത്തരക്കാരായ ആളുകൾ, അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞ ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ സ്വലവാത്ത്, അള്ളാന്റെ കാരുണ്യം അവരിൽ ചൊരിഞ്ഞുകൊണ്ടിരിക്കും. അള്ളാന്റെ സ്വലവാത്ത് എന്ന് പറഞ്ഞാൽ, അള്ളാഹ് നൽകുന്ന സ്വലാത്ത് എന്ന് പറഞ്ഞാൽ പ്രത്യേകമായ കാരുണ്യമാണ്. അത് ക്ഷമിക്കുന്ന ആളുകളെക്കുറിച്ച് അള്ളാഹു ഉന്നതങ്ങളിൽ പരാമർശിക്കും. അവരുടെ എല്ലാവിധ ബുദ്ധിമുട്ടുകളും അള്ളാഹു പിന്നീട് തീർത്തുകൊടുക്കും. ഇവിടെ അവർ സഹിക്കേണ്ടി വന്നതിന്, ഇവിടെ അവർക്ക് ബുദ്ധിമുട്ടേണ്ടി വന്നതിന് ഇരട്ടികളായിട്ട് അവർക്ക് പ്രതിഫലം നൽകപ്പെടും. അവരുടെ പദവികൾ ഉയർത്തും, അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കും. ഇങ്ങനെ അള്ളാന്റെ സ്വലവാത്തുകൾ അവരുടെ മേലുണ്ടായിരിക്കും. വറഹ്മ, അവന്റെ പ്രത്യേകമായ കാരുണ്യവും. വഉലൈക ഹുമുൽ മുഹ്തദൂൻ, അവരാണ് ശരിയായ വഴിയെ വലത്തോട്ടും ഇടത്തോട്ടും തെറ്റിപ്പോകാതെ ഋജുവായ മാർഗത്തിൽ ശരിയായ വഴിയിൽ മുന്നോട്ട് ഗമിക്കുന്നവർ അവർ തന്നെയാണ്. ഇത് കേൾക്കുമ്പോ, ഈ ആയത്ത് വായിക്കുമ്പോ നമുക്കൊരു പ്രത്യേക ഊർജം വരാറുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ രണ്ടറ്റങ്ങളിലേക്കും നമ്മൾ കണ്ണുപായിക്കുന്നു. ഞാൻ എവിടെ നിന്നാണ് വരുന്നത്, ഞാൻ എങ്ങോട്ടാണ് പോകുന്നത്, ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ കോണിൽ എത്ര കാലം ഞാൻ നിൽക്കേണ്ടി വരും? വളരെ തുച്ഛമായ ഒരു കാലയളവ്. ഈ കാലയളവിൽ എന്റെ ദൗത്യം എന്താണ്? പരീക്ഷണത്തിൽ പരാജയപ്പെടാതെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന പരീക്ഷണത്തിൽ പരാജയപ്പെടാതെ, അവന്റെ അതൃപ്തി വാങ്ങാതെ, അവന്റെ കോപം സമ്പാദിക്കാതെ, അവന്റെ തൃപ്തി നേടി അവന്റെ വജ്ഹ് കാണാവുന്ന വിധം പരലോകത്തേക്ക് തിരിച്ചു ചെല്ലാൻ എനിക്ക് പറ്റേണ്ടതുണ്ട്. ഇത് നൈമിഷികമാണ്. അപ്പോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോ ജീവിതത്തെ നമ്മൾ കാണേണ്ടത്, ആ ജീവിതത്തിൽ എന്തൊക്കെ നടക്കുന്നു, എന്തെല്ലാം നടന്നാലും ചിലപ്പോൾ സൗകര്യങ്ങൾ തന്നെയായിരിക്കും, കുറച്ച് ചിലപ്പോൾ അസൗകര്യങ്ങളായിരിക്കും, ചിലപ്പോൾ ബുദ്ധിമുട്ടുകളായിരിക്കും, ചിലപ്പോൾ താങ്ങാൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കും, ചിലപ്പോൾ ഇങ്ങനെയുള്ള പരീക്ഷണത്തിൽ ജീവത്യാഗം തന്നെ നടത്തേണ്ടി വരും, ജീവൻ തന്നെ നഷ്ടപ്പെട്ടു പോകേണ്ടി വരും. അങ്ങനെ ജീവൻ നഷ്ടപ്പെട്ടു പോയാലും ഒന്നുമില്ല. മറിച്ച് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നമ്മുടെ ഈ ഗ്രാഫ് എങ്ങനെ കേറുന്നു ഇറങ്ങുന്നു എന്നതല്ല. ഈ ഗ്രാഫ് കേറിയും ഇറങ്ങിയും അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അവിടെ യുസ്റുണ്ടാകും, ഉസ്റുണ്ടാകും, എളുപ്പമുണ്ടാകും, ബുദ്ധിമുട്ടുകളുണ്ടാകും, സന്തോഷമുണ്ടാകും, സന്താപമുണ്ടാകും, സുഖമുണ്ടാകും, ദുഃഖമുണ്ടാകും, ക്ഷേമമുണ്ടാകും, ക്ഷാമമുണ്ടാകും, ഒക്കെ തിരിച്ചും മറിച്ചും ഒക്കെ വരാം. ഈ ഗ്രാഫ് ഇങ്ങനെ കേറിയും ഇറങ്ങിയും പോയിക്കൊണ്ടിരിക്കുമ്പോ എന്നിട്ട് നമുക്ക് എവിടെയെങ്കിലും ഒരു ലക്ഷ്യത്തിലെത്തുക എന്നല്ല, അങ്ങനെ ഒരു ലക്ഷ്യമല്ല. ഈ ഗ്രാഫ് കേറിയും ഇറങ്ങിയും പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ജീവിതം അവസാനിക്കുന്നത് വരെ നമ്മൾ നേരായ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കാതെ, വഴിയിൽ നിന്ന് തെറ്റാതെ, ആ വഴിയിൽ, ആ ഗ്രൂവിൽ, ആ ചാലിൽ നിന്ന് തെറ്റാതെ, ഗ്രൂവിൽ നിന്ന് തെറ്റാതെ പോകാൻ അതിനുള്ള പരിശീലനം, അതിനുള്ള കഴിവ് നമ്മൾ നേടുക. അവിടെയാണ് ജീവിതത്തിന്റെ വിജയം. അല്ലാതെ ഇത് 2 മാസം ഉണ്ടാവുള്ളൂ, അതുവരെ ക്ഷമിച്ചോ, അല്ലെങ്കിൽ ഇത് 2 വർഷം ഉണ്ടാവുള്ളൂ, അതുവരെ ക്ഷമിച്ചോ, 2 വർഷം കഴിയുമ്പോൾ മാറും, അങ്ങനെയൊന്നുമില്ല. മാറാതിരിക്കാം. കയറാം, ഇറങ്ങാം, വീണ്ടും കയറാം, അതിലധികം കയറാം, കയറിയിട്ട് വീണ്ടും കയറാം. എങ്ങനെയൊക്കെ കയറിയാലും ഈ കയറ്റം ഇറക്കങ്ങൾ കഴിഞ്ഞിട്ട് നമ്മളൊരു ലക്ഷ്യസ്ഥാനത്തെത്തുക എന്നുള്ളതില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതം അവസാനിക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉടനീളവും നമ്മൾ ഈ ഗ്രൂവിൽ നിന്ന് തെറ്റാതെ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരച്ചു കാണിച്ചിരിക്കുന്ന ഈ ചാലിൽ നിന്ന് തെറ്റാതെ നേർവഴിയിൽ നിന്ന് വ്യതിചലിക്കാതെ തന്നെ നമ്മുടെ ജീവിതം അവസാനിച്ചു കിട്ടണം. ഇതാണ് നമുക്ക് ഏറ്റവും പ്രസക്തമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും, ഒരു മുഅ്മിൻ അയാൾ എങ്ങനെയാണ് അയാളെ കാര്യം, അവിടെ പരീക്ഷണം വരുന്നു, ഇവിടെ പരീക്ഷണം വരുന്നു, അതുകൊണ്ട് എല്ലാം ഞാൻ ഒഴിവാക്കി, അതുകൊണ്ട് എനിക്ക് ഒന്നിനും വയ്യ, എന്നെക്കൊണ്ട് ഒന്നിനുമാവില്ല, ഇതാണോ? അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു ഹദീസ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മഅഖിൽ ഇബ്നു യസാറിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസാണ്, അൽ മുഅ്മിനു യമൂതു ബിഅറഖിൽ ജബീൻ. അൽ മുഅ്മിൻ യമൂതു ബിഅറഖിൽ ജബീൻ. മുഅ്മിനായ ഒരു മനുഷ്യൻ അവന്റെ ജബീൻ, നെറ്റിത്തടം, അത് വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞു നിൽക്കുന്ന രൂപത്തിലാണ് മരിക്കുക. നെറ്റിയിൽ വിയർപ്പുണ്ടായിരിക്കും. ഈ ഹദീസിനെ രണ്ട് രൂപത്തിലും ആളുകൾ വ്യാഖ്യാനിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തു പോന്നിട്ടുണ്ട്. ഒന്ന്, മരണസമയത്ത് വിയർക്കുന്ന ആളുകളുണ്ട്, അതൊരു നല്ല ലക്ഷണമാണ് എന്ന് പറഞ്ഞു പോയിട്ടുള്ള ചില മുൻകാല പണ്ഡിതന്മാർ തന്നെയുണ്ട്. പക്ഷെ മുഹഖിഖുകളായിട്ടുള്ള അധിക പണ്ഡിതന്മാരും അതിന് നൽകിയിട്ടുള്ള വ്യാഖ്യാനം ഇപ്രകാരമാണ്: വൽ മഅന സ്വഹീഹു ഫീ ഹാദാ അന്നഹു യമൂതു വഹുവ ജാഹിദുൻ മുജാഹിദ് യഅമലു ലിആഖിറതിഹി വയഅമലു ലിദുനിയാഹ് ലൈസ കൽ ബത്താലീൻ ബൽ യഅമൽ. അല്ലാമ ഇബ്നു ബാസ് റഹിമഹുല്ലാ അദ്ദേഹം ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞ കാര്യം, ഈ ഹദീസിന്റെ ശരിയായ സാരം, അതിന്റെ ശരിയായ വിവക്ഷ, അന്നഹു യമൂത്ത്, ഒരു മുഅ്മിനായ മനുഷ്യൻ മരണപ്പെടുന്നത് വഹുവ ജാഹിദ്, അയാൾ കഠിനാധ്വാനം ചെയ്യുന്ന നിലയിലാണ്. ഒന്നും ചെയ്യാതെ കഴിഞ്ഞു, കാര്യമില്ല, പറ്റില്ല, ഞാനില്ല, ഇതല്ല. ഇല്ല, ഇതാണെന്റെ വഴി, ഈ വഴിയിൽ കല്ലുണ്ടാകാം, മുള്ളുണ്ടാകാം, എന്ത് പ്രയാസമുണ്ടാകാം, കയറ്റുണ്ടാകാം, ഇറക്കമുണ്ടാകാം, എന്തെല്ലാം ഉണ്ടെങ്കിലും ഈ വഴിയിൽ അവസാന നിമിഷം വരെ കഠിനാധ്വാനം ചെയ്യാൻ, കഠിനമായി പ്രയത്നിക്കാൻ, അമല് ചെയ്യാൻ, കഠിനാധ്വാനം ചെയ്യാൻ, ആ നിയോഗവുമായിട്ടാണ് ഈ വഴിയിലേക്ക് എന്നെ തള്ളിവിട്ടിരിക്കുന്നത്. അതുകൊണ്ട് അവൻ ജാഹിദുൻ മുജാഹിദ്, അവൻ വളരെ കഠിനാധ്വാനം ചെയ്യുന്നവനാണ്, ജിഹാദ് ചെയ്യുന്നവനാണ്. യഅമലു ലിആഖിറതിഹി വയഅമലു ലിദുനിയ, അവൻ തന്റെ ആഖിറത്തിന് വേണ്ടിയും കഠിനാധ്വാനം ചെയ്യുന്നു, അവൻ അവന്റെ ദുനിയാവിന് വേണ്ടിയും കഠിനാധ്വാനം ചെയ്യുന്നു. ലൈസ കൽ ബത്വാലീൻ, അവൻ ഒരു പണിയുമെടുക്കാതെ, ഒരധ്വാനമില്ലാതെ, വെറുതെ അങ്ങനെ മുഷിപ്പും പിടിച്ചിട്ട് നിഷേധമായ കുറെ ചിന്തകളും മനസ്സിൽ വെച്ച് ഒരു പണിയെടുക്കാതെ ബത്വാലായിട്ട് കഴിച്ചുകൂട്ടുന്നവനല്ല. ബൽ യഅമൽ, മറിച്ചവൻ സദാ നിത്യമായി നിതാന്തമായി കഠിനാധ്വാനം ചെയ്യുന്ന, പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നവനായിരിക്കും. ഇതാണ് അതിന്റെ അർത്ഥം. അപ്പൊ വഴിയിലുള്ള കല്ലും മുള്ളും പറഞ്ഞിട്ട്, വഴിയിലുള്ള കയറ്റവും ഇറക്കവും പറഞ്ഞിട്ട്, അതിലുള്ള നിമ്നോന്നതികൾ, അതിലുള്ള ഉയരങ്ങളും താഴ്ചകളും പറഞ്ഞിട്ട്, ഇല്ല ഞാനൊന്നിനുമില്ല, എനിക്കൊന്നിനും പറ്റില്ല, ചെയ്തിട്ട് കാര്യമില്ല, ഇതൊരു മുസ്ലിമിന്റെ, അത് നമുക്ക് പോകാനുള്ള വഴിയുടെ നേച്ചറാണ്, അതിന്റെ സ്വഭാവമാണ്, അതിന്റെ പ്രകൃതമാണ്. വിട്ടേക്കൂ. അതിലെന്ത് തന്നെയാണെങ്കിലും തന്റെ അന്ത്യനിമിഷം വരെ യഅമലു ലിആഖിറതിഹി വയഅമലു ലിദുനിയ, അവൻ തന്റെ ആഖിറത്തിന് വേണ്ട പ്രവർത്തനങ്ങൾ, അഥവാ ഇബാദാത്തുകൾ, അഥവാ സുകൃതങ്ങൾ, അതുപോലെ തന്നെ ഖുർബാത്തുകൾ, ത്വാഅത്തുകൾ, പുണ്യകർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. അത് മാത്രം മതിയോ? പോരാ. വയഅമലു ലിദുനിയ, അവന് നാഗരികമായ ചില ദൗത്യങ്ങളുണ്ട്. ഐഹിക ജീവിതത്തിൽ അവനായി നിവർത്തിക്കേണ്ട, അവനായി നിർവഹിച്ചിരിക്കേണ്ടതായ നാഗരികമായ ചില ദൗത്യങ്ങളുണ്ട്. ആ ദൗത്യങ്ങൾ കൂടി നിറവേറ്റിക്കൊണ്ടുവേണം അവിടെ നിന്ന് അവൻ ഈ ദുനിയാവിൽ നിന്ന് മരിച്ചു പിരിയാൻ. അതാണ് സൂറത്തു ഇൻഷിഖാഖിൽ അല്ലാഹു പറഞ്ഞത്, യാ അയ്യുഹൽ ഇൻസാൻ ഇന്നക കാദിഹുൻ ഇലാ റബ്ബിക കദ്ഹൻ ഫമുലാഖി. യാ അയ്യുഹൽ ഇൻസാൻ, അല്ലയോ മനുഷ്യ, ഇന്നക കാദിഹുൻ ഇലാ റബ്ബിക കദ്ഹൻ, നീ നിന്റെ രക്ഷിതാവിലേക്ക് കഠിനമായി പ്രയത്നിച്ചുകൊണ്ട്, അത്യധ്വാനം ചെയ്തുകൊണ്ടാണ് നീ മുന്നേറുന്നത്. അങ്ങനെ കഠിനാധ്വാനം ചെയ്തുകൊണ്ട് മുന്നേറി ഫമുലാഖി, ആ നിലക്ക് വേണം നീ നിന്റെ റബ്ബുമായി സമാഗമം നടത്താൻ, നിന്റെ റബ്ബുമായി കൂടിക്കാഴ്ച നടത്താൻ. അധ്വാനമില്ലാതെ,
അത് രണ്ട് കാര്യത്തിനും, യഅ്മലു ലിആഖിറതിഹി വയഅ്മലു ലിദുനിയ, തന്റെ പരലോകത്തേക്ക് വേണ്ട കാര്യങ്ങൾ ഇബാദാത്തുകളായിട്ട് അവൻ ചെയ്തുകൊണ്ടിരിക്കണം. വയഅ്മലു ലിദുനിയ, താൻ ജീവിക്കുന്ന ഈ ദുനിയാവിൽ തനിക്ക് തന്റേതായ ചില നാഗരികമായ ദൗത്യങ്ങൾ അള്ളാഹു ഏൽപ്പിച്ചു തന്നിട്ടുണ്ട്. ആ ദൗത്യങ്ങൾ നിറവേറ്റിക്കൊണ്ട് തന്നെ വേണം അവൻ പിരിഞ്ഞു പോകാൻ. ഒന്നുകൂടി ആ കാര്യം, ഇബാദാത്തിന്റെ കാര്യം നമുക്കറിയാം. അവസാന നിമിഷം വരെ ബോധം നമ്മുടെ ശരീരത്തിൽ നിലനിൽക്കുന്നിടത്തോളം അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ശരീരത്തിൽ ഒരു അവയവം ഇളകില്ല, സ്വന്തമായി ഇളക്കാൻ കഴിയില്ല. പക്ഷെ അയാൾക്ക് നല്ല ബോധമുണ്ട്, സെൻസ് ഉണ്ട്, ചേതനയുണ്ട്. അയാൾ അള്ളാഹ്ക്ക് നമസ്കരിക്കാൻ 5 നേരം നമസ്കരിക്കാൻ ബാധ്യസ്ഥനാണ്. എങ്ങനെ നമസ്കരിക്കണം? വുളു ഉണ്ടാക്കാൻ അയാൾക്ക് കഴിയില്ല, കൈകാലുകൾ ചലിപ്പിക്കാൻ അയാൾക്ക് കഴിയില്ല, നാവ് പോലും ചലിപ്പിക്കാൻ കഴിയില്ല. പക്ഷേ അതിനൊന്നും കഴിയില്ലെങ്കിൽ താൻ തന്റെ മനസ്സുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം, മനസ്സുകൊണ്ട് ചെയ്യണം. അങ്ങനെ തക്ബീറത്തുൽ ഇഹ്റാം, കൈ ഉയർത്തുന്നതും കൈ കെട്ടുന്നതും ഒക്കെ മനസ്സുകൊണ്ട് അയാൾ രൂപപ്പെടുത്തണം. എന്നിട്ട് അയാൾക്ക് ദുആഉൽ ഇസ്തിഫ്താഹ് ചൊല്ലാൻ നാവ് ചലിപ്പിക്കാൻ പോലും കഴിവില്ല, മനസ്സുകൊണ്ട് അയാൾ ചൊല്ലണം. അങ്ങനെ ബോധം നിലനിൽക്കുന്നുണ്ടോ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാൻ അയാൾ ബാധ്യസ്ഥനാണ്. അയാളുടെ മേൽ അള്ളാഹ് ചുമത്തിയിരിക്കുന്ന എല്ലാ കൽപ്പനകളും അയാളുടെ കഴിവിനനുസരിച്ച് നിറവേറ്റുവാൻ അവസാന ദിവസം വരെ, അന്ത്യനിമിഷം വരെ അത് നിറവേറ്റുവാൻ അയാൾ ബാധ്യസ്ഥനാണ്. അതിലയാൾക്ക് കഴിയുന്നത്ര ആദ്യം ഫർളായ കാര്യങ്ങൾ ചെയ്യുന്നു, അതാണ് നേർച്ചകൾ. ആ നേർച്ചക്കടങ്ങൾ വീട്ടുന്നു, ഫർളായ കാര്യങ്ങൾ. അത് ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് സാമീപ്യം നേടുന്നതിനേക്കാൾ അള്ളാഹു ഇഷ്ടപ്പെടുന്ന മറ്റൊരു കാര്യം വേറെയില്ല. അത് കഴിഞ്ഞാലോ, ഫർളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ വമാസാല അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിൽ, ഐച്ഛികമായ കാര്യങ്ങൾ, അള്ളാഹ് നിർബന്ധമാക്കാത്ത ഐച്ഛികമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വീണ്ടും അള്ളാഹുവിലേക്കുള്ള സാമീപ്യം കൂടുതൽ കൂടുതൽ നേടിയെടുക്കാൻ അയാൾ ശ്രമിക്കുന്നു. അങ്ങനെ ഇബാദാത്തുകൾ ചെയ്തുകൊണ്ട്, പതിവായി ചെയ്തുകൊണ്ട്, നിത്യമായി ചെയ്തുകൊണ്ട്, കഴിവിന്റെ പരമാവധി വർദ്ധിപ്പിച്ചുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോകുന്നു. അതേപോലെ ദുനിയാവിലുണ്ട് നമ്മൾ ചെയ്യേണ്ടതായ കാര്യം. ഇനിയിപ്പോ ചെയ്തിട്ടെന്താ, അല്ല ഇപ്പൊ ഞാൻ ഇനി ചെയ്തിട്ടെന്താ, അല്ലെങ്കിൽ 70 വയസ്സായ ഞാൻ ഇനി ചെയ്തിട്ടെന്താ, അല്ലെങ്കിൽ ഇങ്ങനത്തെ സാഹചര്യത്തിൽ ചെയ്തിട്ടെന്താ, ഇങ്ങനെയുള്ള ഒരു നിഷേധമായ ചിന്താഗതിക്ക് ഒരു സ്ഥാനം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടില്ല. ഇമാം അഹ്മദ്, അതുപോലെ തന്നെ ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ അദബുൽ മുഫ്രദിൽ ഒക്കെ റിവായത്ത് ചെയ്തിട്ടുള്ള സഹീഹായ ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പറഞ്ഞതായി അവിടുത്തെ ഖാദിമായിരുന്ന, പരിചാരകനായിരുന്ന അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹം റിവായത്ത് ചെയ്തു തരുന്നു. ഇൻ ഖാമത്തിസ് സഅഹ വഫീ യദി അഹദികും ഫസീല ഫഇൻ ഇസ്തതഅ അല്ലാ തഖൂമ ഹത്താ യഗ്രിസഹാ ഫൽയഗ്രിസ്ഹാ. ഇൻ ഖാമത്തിസ് സഅഹ, അന്ത്യനാൾ ഇങ്ങോട്ട് സംഭവിക്കുകയാണ്. ലോകാവസാനം എന്ന് പറയുന്നത് അത് ബ്രേക്ക് ചെയ്ത് വരികയാണ്, സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, പുലർന്നു വരാൻ തുടങ്ങുന്നു. അതിന്റെ തുടക്കം നിങ്ങൾ കാണുമ്പോൾ വഫീ യദി അഹദികും ഫസീല, നിങ്ങളിൽ ഒരാളുടെ കയ്യിൽ ഒരു തൈയുണ്ട്, ഒരു ഫസീലത്തുണ്ട്, ഒരു വൃക്ഷത്തിന്റെ തൈയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഖിയാമത്ത് നാളല്ലേ അവിടുന്ന് കിഴക്കിന്നിങ്ങനെയാണ് വരുന്നത്, ഇനിയിപ്പത് നട്ടുപിടിപ്പിച്ചിട്ട് എന്താ കാര്യം എന്ന് പോലും നിങ്ങൾ ആലോചിക്കരുത്. ഫൈൻ ഇസ്തതഅ അല്ലാ തഖൂമ ഹത്താ യഗ്രിസഹാ ഫൽയഗ്രിസ്ഹാ, അവനത് നട്ടിട്ട് എഴുന്നേൽക്കാൻ സാധിക്കുമെങ്കിൽ നട്ടിട്ട് വേണം എഴുന്നേൽക്കാൻ. ആ ഹദീസിന്റെ അർത്ഥം ഒരു വലിയൊരാശയാണ്. അത് അതിന്റെ എല്ലാ ഡയമെൻഷൻസും ഉൾക്കൊള്ളാൻ, ആ വലിയൊരാശയം ഉൾക്കൊള്ളാൻ എത്ര നിങ്ങൾക്ക് സാധിക്കുന്നു, അതത്രയും നല്ലതാണ്. ഖിയാമത്ത് നാൾ ഇങ്ങനെ സംഭവിച്ചു തുടങ്ങുകയാണ്, അതൊരു മനുഷ്യൻ കാണുകയാണ്. അപ്പോഴാണ് അയാളുടെ കയ്യിൽ ഒരു വൃക്ഷത്തിന്റെ തൈയുള്ളത്. അത് അയാളിങ്ങനെ മണ്ണ് മാന്തിയിട്ട് കുഴിയിൽ വെച്ചിട്ട് അത് നട്ടുപിടിപ്പിക്കാൻ വേണ്ടി എടുത്തതാണ്. എങ്കിൽ ഇനി എന്തിന്, ലോകം അവസാനിക്കുന്നു, അത് വലിച്ചെറിഞ്ഞിട്ട് എഴുന്നേൽക്കാനല്ല പറഞ്ഞത്. അവന് സാധിക്കുന്നു അല്ലാ തഖൂമ ഹത്താ യഗ്രിസഹാ ഫൽയഗ്രിസ്ഹാ,
അത് നട്ടിട്ട് എഴുന്നേൽക്കാൻ അവന് സാധിക്കുമെങ്കിൽ നട്ടിട്ടല്ലാതെ അവൻ എഴുന്നേൽക്കരുത്, നട്ടിട്ട് തന്നെ വേണം എഴുന്നേൽക്കാൻ. അത് ഈ ഭൂമിയിൽ നമ്മൾ ചെയ്യേണ്ടതായ നാഗരികമായ പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. ഖിയാമത്ത് പിന്നെ നമ്മൾ മുന്നോട്ട് പോകുന്ന വഴിയിൽ ചില കല്ലും മുള്ളൊക്കെ ഉണ്ടാവും. ഈ കല്ലും മുള്ളുകളൊക്കെ കാണുമ്പോ, കയറ്റമിറക്കൊക്കെ കാണുമ്പോ, ബുദ്ധിമുട്ടുകളൊക്കെ കാണുമ്പോ ഇനി എന്ത് എന്നൊരു മനുഷ്യന് ചിന്തിക്കാനൊരു നിവൃത്തിയില്ല. ഒരു മുസ്ലിമായ മനുഷ്യനാണെങ്കിൽ അവന്റെ മനസ്സ് അതിനേക്കാളൊക്കെ എത്രയോ വലുതാണ്. അവന്റെ ദൗത്യം എന്ന് പറയുന്നത് എത്രയോ മഹത്തരമാണ്. അവന് നടന്ന് പിന്നിടാനുള്ള വഴികൾ വേറെയാണ്. അവന്റെ വഴിയുടെ സ്വഭാവം മറ്റാരും പറഞ്ഞതുപോലെയല്ല, അത് ഇങ്ങനെ തന്നെയാണ്. ജുബിലത്ത് അലാ ഖദരിൻ, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ജുബിലത്ത് അലാ ഖദരിൻ വഅൻത തുരീദുഹാ സഫ്വൻ മിനൽ അഖ്ദാരി വൽ അഖ്ദാരി. ഈ വഴി അങ്ങനെ തന്നെയാണ്. കലക്കില്ലാത്ത തെളിഞ്ഞ വെള്ളം ഈ വഴിയിലില്ല. ഇത് കലങ്ങി മറിഞ്ഞ് തന്നെയാണ് എപ്പോഴും വരിക. ഇത് പ്രശ്നകലുഷിതമാണ്. ഈ പ്രശ്നകലുഷിതമായ അന്തരീക്ഷത്തിലും സാഹചര്യത്തിലും നാഗരികമായ നിന്റെ പങ്ക് നീ നിറവേറ്റിക്കൊണ്ട് തന്നെ വേണം എഴുന്നേറ്റ് പോകാൻ, നീ നടന്നു നീങ്ങാൻ. അതൊന്നും ഉപേക്ഷിക്കാൻ പറ്റില്ല. ഇത്രയും പോസിറ്റീവാണ്, പ്രോഗ്രസീവാണ്, പ്രോ ആക്റ്റീവാണ് ദീൻ നമ്മുടെ മുന്നിൽ വെക്കുന്ന ഈ മഹത്തായ ആശയം. അത്രത്തോളം കർമ്മോത്സുകനായി, അത്രത്തോളം സൃഷ്ടിപരമായി, അത്രത്തോളം പോസിറ്റീവായി, അത്രത്തോളം സക്രിയനായി ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉപദേശിക്കുന്നു. ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കും. വരും പോകും, ചിലപ്പോൾ വരും പോയിക്കൊള്ളണമെന്നേയില്ല, ചിലപ്പോൾ വരും കുറച്ചു കഴിയും പോകും, ചിലപ്പോൾ വരും പിന്നെയും വരും പിന്നെയും വരും പിന്നെയും വരും, അങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഒന്നിനു പുറകെ മറ്റൊന്നായി വന്നുകൊണ്ടിരിക്കും. ചിലപ്പോൾ വന്നും തോന്നും വരൂല, അതങ്ങ് പോയി എന്ന് വരും. എന്തൊക്കെ വന്നാലും എന്തൊക്കെ പോയാലും അവസാനത്തെ ശ്വാസം നമ്മൾ വീട്ടുന്നത് വരെ ഫല്യഅമൽ ലിആഖിറതിഹി വല്യഅമൽ ലിദുനിയാ, തന്റെ പരലോകത്തേക്ക് വേണ്ട കാര്യങ്ങളിൽ ഉപേക്ഷ വരുത്തരുത്. അവൻ കഠിനാധ്വാനം ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ഈ ഭൗതികമായ ജീവിതത്തിൽ അവൻ നിറവേറ്റേണ്ടതായ ചില നാഗരികമായ കടമകളുണ്ട്. അതവൻ നിറവേറ്റി തന്നെ വേണം പോകാൻ. ജീവിതത്തെ അങ്ങനെ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് നമുക്ക് തരുന്ന ഊർജം വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ ആയത്തുകൾ നിങ്ങളൊന്ന് കൂട്ടിവെച്ചിട്ട് വായിക്കുക. ജീവിതത്തിന്റെ വളരെ ബേസിക് ഫാബ്രിക് എന്നുള്ളത് ഇത്തരം ട്രയലാണ്, പരീക്ഷണങ്ങളാണ്. ശൈഉം മിനൽ ഖൗഫ് വൽ ജൂഅ് വനഖ്സും മിനൽ അംവാൽ വൽ അൻഫുസ് വസ്സമറാത്ത്. വലിയ പേടിയുണ്ടാകാം, വറുതികളും പട്ടിണികളും ഉണ്ടാകാം. അതുപോലെ തന്നെ സമ്പത്തിൽ ചുരുക്കം സംഭവിക്കാം, ആൾനാശം സംഭവിക്കാം. അതുപോലെ തന്നെ ഉൽപാദനത്തിൽ കുറവ് വരാം. മൊത്തത്തിൽ ജീവിതം ഇങ്ങനെ കുടുങ്ങി നമുക്കൊരു വേ ഔട്ടില്ലാത്ത വിധത്തിൽ പറ്റ കുരുങ്ങിയ അവസ്ഥ വരാം. ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളൊക്കെ വന്നാലും ജീവിതത്തെ അതിനപ്പുറത്തേക്ക് കൂടി കാണാൻ പറ്റണം. വബശ്ശിരി സ്വാബിരീൻ, ക്ഷമ എന്ന് പറഞ്ഞാൽ അതിരില്ലാതെ ഇതിങ്ങനെ തന്നെ തുടരുകയാണെങ്കിൽ ഇങ്ങനെ തന്നെ പോകുന്നിടത്ത് അള്ളാന്റെ എല്ലാ കൽപ്പനകളും പാലിക്കാൻ ഞാൻ ഒരുക്കാണ്. അള്ളാഹ് വിലക്കിയ ഒന്നിലേക്കും പോകാൻ ഞാൻ തയ്യാറല്ല. അള്ളാഹു എനിക്ക് നൽകിയിരിക്കുന്ന ഈ സാഹചര്യങ്ങൾ അനുകൂലമാകട്ടെ പ്രതികൂലമാകട്ടെ, ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ ഞാൻ സംതൃപ്തനാണ്. എനിക്ക് അവന്റെ നേർവഴിയിൽ നിന്ന് വ്യതിചലിക്കാതെ അതിൽ തന്നെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ, അതിൽ ജീവിതം അവസാനിക്കാൻ കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ കാര്യം. അതാണ് ജീവിതം. അല്ലാതെ വേറെ അപ്പുറത്തെത്താവുന്ന ഒരു പോയിന്റ് ഒന്നുമില്ല. ഇതിൽ ഈ വഴിയിൽ നിന്ന് തെറ്റാതെ ജീവിക്കുക എന്നുള്ളത്. വഅബ്ദു റബ്ബക ഹത്താ യഅതിയക്കൽ യഖീൻ, മരണം വരെ നിതാന്തമായി അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് എടുക്കണം. ഇതാണ് വേണ്ടത്. മാത്രല്ല നമ്മൾ എത്രത്തോളം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മരിക്കുമ്പോ യമൂതു ബിഅറഖിൽ ജബീൻ, കഠിനാധ്വാനം ചെയ്യുന്നവനായിട്ട് മരിക്കുക എന്നുള്ളതാണ്. കഠിനാധ്വാനം ചെയ്യുന്നവനായിട്ട് മരിക്കുക എന്നുള്ളതാണ്. ഒരിക്കലും ഏതൊരു തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്നും, അത് ആഖിറത്തിലേക്കുള്ളതാകട്ടെ ദുനിയാവിനുള്ളതാകട്ടെ, രണ്ടിന്റെയും പ്രവർത്തനങ്ങളിൽ നിന്ന് നമ്മളെ പിറകോട്ട് പിടിച്ചു വലിക്കുന്ന ഒരു കാര്യവും നമ്മുടെ ഈമാനിലില്ല, നമ്മൾ സ്വീകരിക്കുന്ന ആശയങ്ങളിലില്ല. മറിച്ച് ഖിയാമത്ത് നാൾ വരുന്നത് കണ്ടാൽ പോലും കയ്യിലുള്ള ചെടിയെ നട്ടിട്ടല്ലാതെ ഒരാൾ എഴുന്നേൽക്കരുത്. അവന് സാധിക്കുമെങ്കിൽ നട്ടിട്ട് തന്നെ വേണം എഴുന്നേൽക്കാൻ. അത്രത്തോളം പ്രോ ആക്റ്റീവായിട്ട് മുന്നോട്ട് പോകണം. ഇത്രയും കാര്യം അത് നമുക്കൊരു വലിയ ഊർജം, വലിയ ഒരു വെളിച്ചം നമ്മുടെ ജീവിതത്തിന് നൽകാവുന്ന കാര്യമാണ്. ഈ ആയത്തുകളിൽ ഹദീസുകളിൽ അള്ളാഹു നൽകിയിട്ടുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ച് തന്നിട്ടുള്ളത്. അത് കൂടുതൽ ചിന്തിക്കാനും ഉൾക്കൊള്ളാനും
ഏതെങ്കിലും തരത്തിലുള്ള നിഷേധത്തിന്റെ ശക്തികൾ, തെറ്റിന്റെ ശക്തികൾ നമ്മളെ പിറകോട്ട് പിടിച്ചു വലിക്കാതിരിക്കാനും എപ്പോഴും വളരെ പോസിറ്റീവായി അള്ളാഹ്ക്കുള്ള ഇബാദത്ത് ചെയ്യുന്ന കാര്യമാണെങ്കിലും നമ്മുടെ ദുനിയാവിന്റെ കാര്യങ്ങളിലാണെങ്കിലും വളരെ ക്രിയാത്മകമായി മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രമിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ, ഇബാദുർ റഹ്മാന്റെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വ ബിഹംദിക് അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്.